ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ ഒന്നാമത്തെ ഭാഗമാണ്. സർക്കിൾസും അതിൻ്റെ പാർട്സും നമുക്ക് എന്താണെന്നറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ പോർഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ വൃത്തങ്ങളും കോണുകളും എന്ന ഈ ചാപ്റ്ററിൽ വൃത്തത്തിൻ്റെ ഭാഗങ്ങളെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിലെ പോർഷൻസിലേക്ക് നീങ്ങാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കോമ്പസ് എവിടെ വെച്ചിട്ടാണോ സർക്കിൾ വരയ്ക്കുന്നത്, കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് എവിടെ വെച്ചിട്ടാണോ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്, അതാണ് അതിൻ്റെ സെൻറ്റർ. ഞാനിവിടെ സെൻറ്ററിന് O എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ O ആണ് സെൻറ്റർ അഥവാ കേന്ദ്രം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ലൈനിൽ വരച്ചിട്ടുണ്ട്. അതിനാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് O മുതൽ, അതായത് കേന്ദ്രം മുതൽ വൃത്തത്തിലെ ഒരു ബിന്ദു വരെ, സെൻറ്റർ മുതൽ സർക്കിളിലെ ഒരു പോയിന്റ് വരെയുള്ള നീളം, അതാണ് റേഡിയസ്. അപ്പോൾ നമുക്കതിന് OA എന്ന് പേര് കൊടുക്കാം. റേഡിയസ് അഥവാ ആരം. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സി മുതൽ ഡി വരെ, അതായത് സിയും ഡിയും വൃത്തത്തിൽ സർക്കിളിൽ തന്നെയാണ് കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ O മുതൽ സി വരെയുള്ളത് ഒരു റേഡിയസ് ആണ്. O മുതൽ ഡി വരെയുള്ളതും വേറൊരു റേഡിയസ് ആണ്. അത് രണ്ട് റേഡിയസ് ചേരുമ്പോഴാണ് ഒരു ഡയമീറ്റർ ഫോം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ലൈൻ വരച്ചിട്ടുണ്ട്. പി മുതൽ ക്യൂ വരെയുള്ളത്, പിയും ക്യൂവും സർക്കിളിൽ തന്നെയാണ്. അപ്പോൾ PQ ആണ് കോഡ് അഥവാ ഞാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ CD-യും ഒരു കോഡാണ്. CD ഈസ് ദ ലോങ്ങസ്റ്റ് കോഡാണ്. CD ഒരു ഞാൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ഞാൻ. അത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകും. ഇപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുക. ഒന്ന് ബ്ലാക്ക് കളറിലും ഒന്ന് റെഡ് കളറിലും. ഈ രണ്ട് ഭാഗങ്ങളെയും നമുക്ക് ആർക്ക് എന്ന് വിളിക്കാം. ആർക്ക്, ഒന്ന് വലിയ ആർക്കാണ്, ഒന്ന് ചെറിയ ആർക്കാണ്. പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഇൻ എ സർക്കിള് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിലെ കോണിൻ്റെ അളവ്. ഇനി ഞാനിവിടെ ഒരു ചുവന്ന കളറിൽ ഒരു ആർക്ക് അഥവാ ചാപം വരച്ചിട്ടുണ്ട്. ആ ചാപത്തിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ്, ആ ആർക്കിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. കണ്ടോ, ആർക്കിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ഞാനതിന് പേര് കൊടുക്കുകയാണ് എയും ബിയും. ചാപത്തിൻ്റെ, ചുവന്ന കളറിലെ ചാപത്തിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ്, അറ്റമാണ് എയും ബിയും. അതിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരച്ചിരിക്കുന്ന കോൺ, അതിനെയാണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർക്ക്, ഈ ചുവന്ന കളറിലെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ബ്ലാക്ക് കളറിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ ആർക്കുണ്ടല്ലോ, വലിയ ബ്ലാക്ക് കളറിലെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഞാൻ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ചുവന്ന കളറിലെ ആർക്ക് ഈ ഒരു ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. അതേ ഷേപ്പിലാണ് നമ്മൾ ആംഗിളും മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ചെറുതായിട്ട്. വലിയ ബ്ലാക്ക് കളറിലെ ആർക്ക് കണ്ട ഇങ്ങനെ ഷേപ്പിലാണല്ലോ, അതേ ഷേപ്പിലാണ് അതിൻ്റെ സെൻട്രൽ ആംഗിളായ ഈ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഒരു വലിയ ഷേപ്പിൽ സർക്കിളിൻ്റെ ഒരു പാർട്ട്, ഒരു ആർക്ക്, ഒരു ചാപം, അതിനകത്ത് ചെറിയ ഷേപ്പിൽ കണ്ടോ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടും ഒരേ ഷേപ്പിലും ഷേപ്പിലാണ്. ഇത് തലതിരിഞ്ഞ് താഴോട്ട് എഴുതുന്ന പോലെ അല്ലേ.
ഇത് താഴത്തെ ഭാഗം സർക്കിളിൻ്റെ ആർക്ക്, ഇത് ആംഗിൾ മാർക്ക് ചെയ്ത്. അപ്പോൾ ഇതാണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ 1/3 ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് എങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിലെ ആംഗിൾ ഇൻ എ സർക്കിൾ ഇത് മുഴുവനും കൂടെ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൻ്റെ 1/3 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 360ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 1/3 പോർഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? 360 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ആംഗിളിൻ്റെ അളവ് 120 ഡിഗ്രിയാണ്. ഈ സെൻട്രൽ ആംഗിളിൻ്റെ അളവ് 120 ഡിഗ്രി എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ സർക്കിളിൻ്റെ 1/3 പോർഷൻ കിട്ടും. ഇനി നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിച്ചാലേ ഉള്ളൂ 120 ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ 2 കോഡ്സും വരച്ചു, 2 ഞാണുകൾ വരച്ചു. ഈ 2 കോഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് നമുക്കറിയാം. കോമ്പസ് എടുത്തിട്ട് പകുതി കൂടുതൽ അളവെടുത്ത് മുകളിലും താഴെയും ചാപങ്ങൾ വരയ്ക്കുക. അത് കൂട്ടിമുട്ടും. അതുപോലെ ഇതിൻ്റെയും ഈ രണ്ടാമത്തെ ഞാണിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ജോയിൻ ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് സെൻറ്ററായിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അങ്ങനെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ 120 ഡിഗ്രി പ്രൊട്രാക്ടർ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1/3 പോർഷൻ നമുക്ക് കിട്ടും. ഇനി ഇവിടെ 1/3 പോർഷൻ നമുക്കറിയാം 120 ഡിഗ്രി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ അളവ് എത്രയാണ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ ആംഗിളിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? എന്തിനാണ് അങ്ങനെ തിരിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രലിൽ നിന്നും സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഇതൊരു റേഡിയസ് ആണ്, ആരമാണ്. അതേപോലെ ഈ ഗ്രീൻ കളർ ലൈനും റേഡിയസ് ആണ്, ആരമാണ്. അപ്പം ഒരു സർക്കിളിലെ റേഡിയസിൻ്റെ ലെങ്ത് സെയിം ആണ്, ആരങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇതേത് ടൈപ്പ് ട്രയാങ്കിളാണ്? അതായത് ഈ ത്രികോണം ഏത് തരം ത്രികോണമാണ്? ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളാണ്. അതിൻ്റെ 2 പാദ കോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ 2 കോണുകൾ തുല്യമായിരിക്കും. അതിന് ഞാനിവിടെ എക്സ് ഡിഗ്രി എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതും എക്സ് ഡിഗ്രി. ഇനി അതേപോലെ തന്നെയാണല്ലോ ഈ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ആരവും ഈ പച്ച കളറിലെ ആരവും തുല്യമാണ്. അതായത് ഇതൊരു റേഡിയസ് ആണ്, ഈ ഗ്രീൻ കളർ ലൈനും ഒരു റേഡിയസ് ആണ്. അപ്പോൾ ഈ 2 ആംഗിളുകൾ തുല്യമായിരിക്കും, ഇതും ഇതും. അതിനെ ഞാൻ y എന്നെടുക്കുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ കോണിൻ്റെ അളവ്, ഈ ആംഗിളിൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അളവ് എത്രയാണ്? x+y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയറായോ? x+y കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്നത് ഈ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 120 ആണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളർ ലൈനിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. കണ്ടല്ലോ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത്രയും ഭാഗം ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് അഥവാ പുറം കോണാണ്. ഒരു ത്രികോണത്തിൻ്റെ പുറം കോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അകത്തെ ദൂരെ കിടക്കുന്ന 2 കോണുകളുടെയും കൂടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ ഇതെന്താ? x+x 2x എന്ന് വന്നു. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെയും പുറം കോണാണ്. ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ഇത്രയും ഭാഗം. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ദി 2 ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ ആംഗിൾസ് വൈയും വൈയും ആണ്. അപ്പോൾ വൈയും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2y വന്നു.
നമുക്കറിയാവുന്ന എന്താണ്, ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്, കേന്ദ്രകോൺ 120 ഡിഗ്രിയാണ്. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 120 ആണെന്ന് നമുക്കറിയാം. അതായത് 2x + 2y ആണ് 120 ഡിഗ്രി എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x + y കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2 × x + y ആണ് 120. ഇവിടെ 2xനകത്തും 2yക്കകത്തും 2 കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള നമ്പറിനെ പുറത്തെടുത്തു. x + y = എത്രയെന്ന് കിട്ടി? 120ൻ്റെ പകുതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായി. അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ അറ്റ് ദ സർക്കിളിലെ ആംഗിളിൻ്റെ അളവ് 60 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാം. അതായത് നമുക്ക് എന്താണ് ആദ്യം തന്നിരുന്നത്? 1/3 പോർഷൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 1/3 പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ ഇവിടെ എത്രയെന്ന് കണ്ടുപിടിച്ചു? 120 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? അത് സർക്കിളിൽ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് ഈ 120ൻ്റെ പകുതി 60 ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് സെൻട്രൽ ആംഗിൾ. ആ സെൻട്രൽ ആംഗിൾ ആരുടെയാണ്? ഈ ചുവന്ന കളറിലെ ആർക്കിൻ്റെ ആണ്. അതിൻ്റെ മറ്റേ ഭാഗം, അതായത് നമുക്ക് കിട്ടുന്ന ഈ 60 കിട്ടുന്ന എങ്ങനെയാണ്? ഈ ചുവന്ന കളറിലെ ആർക്കിലാണോ? അല്ല, മറ്റേ വലിയ ബ്ലാക്ക് കളറിലെ ആർക്കിൽ കിട്ടുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ ഈ ഷേപ്പുകളെ നിങ്ങൾ ഓർത്തോണം. ചുവന്ന കളറിലെ ആർക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ്. ആ ഷേപ്പിൽ തന്നെയാണ് ഇവിടെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെയാണ് മറ്റേ ആർക്കിലും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ മറ്റേ ആംഗിളാണ് എടുക്കുന്നത്. അതായത് ഈ സെൻട്രൽ ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 120 വന്നാൽ ബാക്കി എത്ര വരും? 360ൽ നിന്ന് 120 പോകുമ്പോൾ 240 കിട്ടി. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കണ്ടോ? ഏതാണ് ആർക്ക്? ഈ ബ്ലാക്ക് കളറിലെ ആർക്ക്, ബ്ലാക്ക് കളറിലെ ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിളാണ്. രണ്ടും മുകളിലോട്ട് ഇങ്ങനെ ഷേപ്പിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ, ഈ ബ്ലാക്ക് കളറിലെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 240 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റെഡ് കളറിലെ ആർക്കിൽ എത്ര ആംഗിൾ വരും? ആ ആർക്കിലല്ല നമ്മൾ എടുക്കുന്ന സെൻട്രൽ ആംഗിൾ എടുക്കുന്ന ആർക്കിലല്ല, മറ്റേ ആർക്കിൽ എത്ര വരും? ഇതേ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ എത്ര മാർക്ക് ചെയ്യാം? ഈ 240ൻ്റെ പകുതി 120 മാർക്ക് ചെയ്യാം. ക്ലിയർ ആയോ? 3 ഒരേ ഷേപ്പിലല്ലേ? ഇത് 120, അതേ ഷേപ്പിലാണ് 240 മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേ ഷേപ്പിലാണ് ആർക്ക് കിടക്കുന്നത്, തെറ്റിക്കരുത്. ഇനി ഈ സംഗതിയെ നമുക്ക് നേരെ തിരിച്ചൊന്ന് ആലോചിക്കാം. അതായത് ഇവിടെ എന്താണ് നമുക്ക് തന്നിരുന്നത്? 1/3 പോർഷൻ കട്ട് ചെയ്യണം. അവിടെ നമ്മൾ സെൻട്രൽ ആംഗിളിൽ പോയി, കേന്ദ്രകോണിൽ പോയി, അവിടെ നമുക്ക് വൃത്തത്തിലേക്ക് അല്ലേ, സർക്കിളിലേക്കുള്ള ആംഗിളിലേക്ക് പോയി. ഇനി നേരെ തിരിച്ച്, അതായത് സർക്കിളിലെ ആംഗിൾ തരും, എത്ര പാർട്ടാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സർക്കിളിലെ ആംഗിളിൽ നിന്ന് എന്തിലേക്ക് വരണം? സെൻട്രൽ ആംഗിളിലേക്ക് വരണം. എന്നിട്ട് പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇത് പേജ് നമ്പർ 36ലെ ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ 40 ഡിഗ്രി തന്നാൽ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ, കേന്ദ്രകോൺ കണ്ടുപിടിക്കാമല്ലോ. ഈ 40ൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ 40ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 80 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ, ഈ ആർക്ക് എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ നമുക്കറിയാം, ഒരു സർക്കിളിലെ ആംഗിളിൻ്റെ അളവ് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ എത്ര 80 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 360, ടോട്ടൽ 360ൽ 80 ഭാഗം എത്രയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ 8/36 നോക്കിയാൽ പോരെ. 8/36 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 9ഉം വരും. അപ്പോൾ 2/9 പാർട്ടാണ് എന്ത്? ഈ റെഡ് കളർ ആർക്കിൻ്റെ ലെങ്ത്ത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നേരത്തെ തന്നത് റെഡ് കളർ ആർക്ക് എത്ര പാർട്ടാന്ന് തന്നു, എന്നിട്ട് ഈ സർക്കിളിലുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സർക്കിളിലുള്ള ആംഗിൾ തന്നു, അത് സർക്കിളിൻ്റെ എത്ര പാർട്ടിനെ കട്ട് ചെയ്യും എന്നുള്ളതും കണ്ടുപിടിച്ചു. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ദ കോർണർ ഓഫ് എ ബെൻറ്റ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ.
1/10 of the circle was contained within it. If the corner of this wire is placed on a point of this circle, as in the second picture, what fraction of the circle would it contain? What if it is placed at a point on another circle, as in the third picture? ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അവിടെ 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻറ്ററിൽ വെക്കുമ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് 1/10 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. ആർക്കിൻ്റെ ലെങ്ത്ത് 1/10 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ 360യുടെ 1/10 പോർഷൻ 1/10 പോർഷൻ ആണ്. അപ്പോൾ എത്ര വരും? 36 എന്ന് കിട്ടിയില്ലേ? 36 ഡിഗ്രിയാണ് ഈ സെൻട്രൽ ആംഗിൾ ആണല്ലോ. അപ്പോൾ ഇത് മാറ്റുന്നില്ലല്ലോ, ഈ റെഡ് കളറിൻ്റെ ലൈൻ മാറ്റുന്നില്ല. അതിനെ നേരെ ഈ സെൻറ്ററിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അതായത് സർക്കിളിലേക്ക് മാറ്റി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംഗിളിൻ്റെ അളവ് മാറുന്നില്ല, 36 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന ആർക്കിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കാണണം. അപ്പോൾ 36ൻ്റെ ഇരട്ടിയല്ലേ വരുന്ന സെൻട്രൽ ഉണ്ടാക്കുന്നത് അല്ലേ. 36ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 36 × 2, അതായത് 72 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ 72 ഡിഗ്രി ഈ ടോട്ടൽ 360യുടെ എത്ര പാർട്ടാന്ന് നോക്കും. അപ്പോൾ 72/360 നോക്കണം. അപ്പം 9ൻ്റെ ടേബിളിലുണ്ട് 72ഉം 36ഉം അല്ലേ. 9ൻ്റെ ടേബിളിൽ 8 ടൈംസ് ആണ് 72, 4 ടൈംസ് ആണ് 36. അപ്പോൾ 8/40 എന്ന് വന്നു. അല്ലെങ്കിൽ വീണ്ടും ക്യാൻസൽ ചെയ്യാം. 8നെ 40 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 എന്ന് വന്നു. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയെന്ന് വന്നു? 1/5 എന്ന് വന്നു. 1/5 പാർട്ടാണ് ടോട്ടൽ സർക്കിളിൻ്റെ 1/5 പാർട്ടാണ് ഈ ആർക്കിൻ്റെ ലെങ്ത്ത്. ഇനി ഇത് എവിടെ കൊണ്ടുപോയി മാറ്റി വെച്ചാലും ഈ ആംഗിൾ മാറുന്നില്ല, 36 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത്തും മാറുന്നില്ല, 1/5 പാർട്ടാണ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായാലും നന്നായിട്ട് പഠിക്കുക.